ഞാൻ എന്നെ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. എൻ്റെ പേര് വിനോദ് കുമാർ. പിന്നെ ഒരു 6-7 കൊല്ലമായിട്ട് നമ്മൾ AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ ഫോളോ ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൺലൈനിൽ ട്രെയിനിങ് എടുക്കും. ടീച്ചിങ് ഫീൽഡിൽ ഏകദേശം ഒരു 15 വർഷത്തിന് മേലായിട്ട് എക്സ്പീരിയൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയിരുന്നത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഷെയർ സ്ക്രീൻ കാണാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും സ്ക്രീൻ കാണാൻ കഴിയുന്നില്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ആദ്യം നോക്കിയത് ChatGPT എന്ന് പറയുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ അത് തന്നെയായിരുന്നു. അത് വെച്ച് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. അതുപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അങ്ങനെ കുറച്ച് പേര് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇതിൽ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്. കണ്ടന്റ് ക്രിയേറ്റ് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയത് പിന്നെ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതാണ്. വേറെ ഏതെങ്കിലും ഒരു വിഷയം ഇന്ത്യൻ അടിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ കസിൻ ടു ട്രൈ അറ്റ് ഹോം. വീട്ടിൽ നമുക്ക് ട്രൈ ചെയ്യാൻ കഴിയുന്ന, ശ്രമിക്കാൻ കഴിയുന്ന അത് പിന്നെ എന്താ പറയുക, ഭക്ഷണത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ടോ? ജസ്റ്റ് ഇന്ത്യൻ കസിൻ റെസിപ്പി എന്നാണ് വരുന്നുണ്ടോ? അതിന് വേണ്ട സാധനങ്ങൾ കണ്ടന്റുകൾ വന്നിട്ടുണ്ടോ? ആദ്യം വന്നത് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം, പിന്നെ ചോളാപ്പുരിയുടെ ചോള, മസാല ദോശ, പാലക് പനീർ. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഓറ് കൊടുത്ത ഇനിയും വരും. രജുമ അതൊരു പിന്നെ പഞ്ചാബി കറിയാണ്. അത് കേരള സ്റ്റൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കേരള സ്റ്റൈൽ. കേരള സ്റ്റൈൽ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ കേരള സ്റ്റൈൽ ഫുഡ് വരും. സൗത്ത് ഇന്ത്യൻ, കേരളത്തിന്റെ മീൻ കറി, അവിയല്, കേരള പൊറോട്ട, തലശ്ശേരി ചിക്കൻ ബിരിയാണി. ഇത് നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ, നമ്മൾ എന്ത് കൊടുക്കുന്നോ അതനുസരിച്ച് വരും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം, ഇതിനകത്ത് വരുന്ന കണ്ടന്റുകളെല്ലാം കറക്റ്റ് ആയിരിക്കില്ല. അതൊന്ന് ഫ്രൈ ചെയ്യണം. കേരളയുടെ ബീഫ് ഫ്രൈ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ മാറി മാറി വരും. ഞാൻ ഈ കൊടുത്ത ഈ ഒരു കേരള സ്റ്റൈൽ ഫുഡ് എന്ന് പറയുന്നത് ഇതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുക. പറയുന്ന പേരാണ് പ്രോംപ്റ്റ്. മനസ്സിലാകുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് എന്ത് വേണേലും ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്നു. ഇവിടെ ക്രിയേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം പ്ലസ്സിൽ അടിക്കുമ്പോൾ ക്രിയേറ്റ് ഇമേജ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതെങ്കിലും ഒരു പിക്ചർ നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ തന്നെ പിക്ചർ കൊടുത്തതും മറ്റേ നിങ്ങൾ സൂം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടത് എൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് ഞാനത് മാറ്റിയതാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് മാറ്റാം.
എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിരിക്കുന്നു. ആ ഫോട്ടോ കൊടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറയും, ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആക്കി. ഇപ്പൊ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ലാലേട്ടനായിട്ടൊക്കെ നിൽക്കുന്ന, സിനിമാടന്മാരോട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ആളുകളെയൊന്നും യാതൊരുവിധ മാറ്റമില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് മാറി. അതിന് നമ്മൾ കൊടുത്തിരുന്ന ബാക്ക്ഗ്രൗണ്ട് ഇതാണ്, ഒരു അവാർഡ് ഫംഗ്ഷന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാറി. ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊടുത്ത് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ക്യാഷ് മുടക്കി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതേപോലെ ഒരുപാട് യൂസ് കേസുകൾ ഞാൻ PDF തരുമ്പോൾ അതിന്റെ യൂസ് കേസുകൾ ഓരോന്നും ഞാൻ പറഞ്ഞുതരാം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും, അതുപോലെ ഇമേജ് എഡിറ്റ് ചെയ്യാനും, അതുപോലെ പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ. ഒരു ഇമേജ് എഡിറ്റ് ആണ് ചെയ്തത്, പുതിയൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്കൊരു ലോഗോ വേണം. ലോഗോ അവിടെയും നമ്മൾ ഇമേജ് എന്ന് കൊടുത്താലേ ഇമേജ് വരുള്ളൂ, അല്ലെങ്കിൽ കണ്ടന്റ് മാത്രമേ വരുള്ളൂ. I would like to get a logo for my company and സ്ഥാപനത്തിന്റെ പേരാണ് തിരുവാതിര. സ്പെല്ലിംഗ് എന്നൊരു വിഷയമല്ല, ChatGPT അതൊന്നും വിഷയമല്ല. വേറെ ഫുഡ്സിന്റെ പേരിൽ ഒരു ലോഗോ വേണം, മാത്രമേ കൊടുക്കുന്നുള്ളൂ. വേറെ സ്പെസിഫിക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. ലോഗോ വരുന്ന കാണാം. വേറെ ഒന്നും ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കാത്തതുകൊണ്ടാണ് വേറെ ഫുഡ്സ് ഒന്നും മാത്രം വെച്ചിട്ടുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാറ്റം വരുത്താം. ഇത് കഥകളിയുടെ വേണമെന്നില്ല,
ഈ കഥകളിയുടെയൊക്കെ വരാൻ കാരണം തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തത് കേരള കസിൻ, അതായത് നമ്മൾ കേരളത്തിന്റെ ഇഷ്ട വിഭവങ്ങളായിരുന്നു. അപ്പൊ അത് ശരിക്കും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതല്ല, ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെസിഫിക് ചെയ്തത് പറയുക, ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്നത് വേണം, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന്. ഇവിടെ നമ്മൾ ഈ പ്രോംപ്റ്റ് വീണ്ടും പറയുന്നു, ഇതിൽ പറയുന്നത് പ്രോംപ്റ്റ് എന്നാണ്. ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് അത് തരുന്നു മെഷീൻ. അതായത് ChatGPT എന്ന് പറയുന്ന ഒരു മെഷീനാണ് അത് തരുന്നത്. പ്രോംപ്റ്റ് അനുസരിച്ച് മാത്രമേ തരും. മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നമുക്ക് ഒരുപാട് യൂസ് കേസ് ChatGPT ഉണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ജെമിനിയിലും ഏകദേശം ചെയ്യുക. ജെമിനിയിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ജെമിനിയിൽ നമുക്ക് ഇതേപോലെ തന്നെ ടൂൾസിൽ ഇതേ നമുക്ക് ക്രിയേറ്റ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഇവിടുത്തെ അതേ പിന്നെ പ്രോംപ്റ്റ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യണം. എന്താ വരുന്നത് നമുക്ക് നോക്കാം. രണ്ടിനും രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ലോകം ഉണ്ടാക്കാൻ കഴിഞ്ഞ ദിവസം അടിച്ച മറ്റൊരു ടൂളാണ് ഇഡിയോഗ്രാം. ഇമേജ് ക്രിയേഷൻ അത് ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സെയിം പ്രോംപ്റ്റ് ഇവിടെയും കൊടുക്കുന്നു. ഇവിടെ സ്ലോ ക്യൂ ഇസ് കറന്റ്ലി ഫുൾ. ഇത് നമ്മൾ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇവിടെ ഈ ഇമെയിൽ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നമുക്ക് വേറെ അക്കൗണ്ട് ഉണ്ട്. നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് വെച്ച് സൈനപ്പ് ചെയ്യാം. സമയം ചോദിക്കുന്നു. അത് പുതുതായിട്ട് ചെയ്യുന്നതാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ആൻസർ കൊടുക്കും.
പ്രോംപ്റ്റ് ഇവിടുന്ന് അവിടെ പേസ്റ്റ് ആണ്. ആ ആർക്കെങ്കിലും സംശയം ചോദിക്കാം. ആരോ സൗണ്ട് വന്നു. ഉണ്ടോ? 4 മെത്തേഡിൽ ഇത് ചെയ്തു. ഇതിന്റെ പേര് ഐഡിയോഗ്രാം എ. ഈ വേർഷൻ ഞാൻ പറയുന്ന പേര് വേർഷൻ വേറെ ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നത് അതിലേക്ക് തന്നെ വരാം. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള പോസ്റ്ററാണ്. അതിന് കൊടുത്തത് കണ്ടോ? മാസ്റ്റർമൈൻഡ് ഈസ് ഇൻവൈറ്റിംഗ്. ആ ഡേറ്റും ടൈം കൊടുത്തിട്ടുണ്ട്, ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു ഫോട്ടോയും. ഇത് ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് നമ്മുടെ മാസ്റ്റർമൈൻഡിന്റെ ലോഗോയും വെച്ചിട്ടാണ് ഈ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തത്. സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. അത് തന്നെ ഒരു കളർ മാറ്റി, വീണ്ടും കളർ മാറ്റാൻ പറഞ്ഞപ്പോൾ കളർ മാറ്റി തന്നു. ഇവിടെ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. എനിക്ക് ചോദിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞു വന്നിരുന്നത്. ഈ ഒരു ഫോട്ടോ കണ്ടോ? ഇത് ഒരു ഫേസ്ബുക്കിൽ നിന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടതാണ്. ഇങ്ങനൊരു ഇത് ഞാൻ ചേഞ്ച് ചെയ്തു. എന്തായിട്ട് ചേഞ്ച് ചെയ്തു? ആ ഫോട്ടോയും കൊടുത്തു. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്ററാണ്. അതായത് ഫേസ്ബുക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. AI will not replace people using AI. അതായത് AI നിങ്ങളെ മാറ്റില്ല, പക്ഷെ AI അറിയാവുന്ന ആൾക്കാർ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിന്ന് മാറ്റി തരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമാവും എന്നുള്ളൊരു പോസ്റ്റർ. ഇത് ഞാൻ AI ക്രിയേറ്റ് ചെയ്തതാണ്. ChatGPT ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇത് രണ്ടും ഞാൻ കൊടുത്തിട്ട് ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് റീജനറേറ്റ് സെക്കൻഡ് ഇമേജ് ആസ് ഫസ്റ്റ് വിത്ത് ദ സെയിം ബാക്ക്ഗ്രൗണ്ട്. സെക്കൻഡ് ഇമേജിനെ ഫസ്റ്റ് ഇമേജിൽ പോലെ ആക്കുക. ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ഇമേജിന്റെ തന്നെ എന്നുള്ള പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാറിയില്ല. സെയിം ഞാൻ കൊടുത്ത രണ്ടാമത്തെ പോസ്റ്റർ വന്നു. പക്ഷെ ഇതിനകത്ത് രണ്ടാമത്തെ പോസ്റ്ററിൽ ഇവിടെ വേറെ കുറച്ച് പിക്ചർ ഉണ്ടായിരുന്നു, അത് പോയി. ഞാൻ രണ്ടാമത് കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുത്ത അതേ ഇമേജിൻ്റെ ക്ലിയർ ചെയ്ത് വന്നു. ഞാൻ ഇത്രയും എഴുതുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോംപ്റ്റ്. ഇത് വലിയ പ്രോംപ്റ്റ് ആണ്. ഈ വലിയ പ്രോംപ്റ്റ് കൊടുത്താണ് ഞാൻ ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയത്. എൻ്റെ ഫോട്ടോയും ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തു. പ്രോംപ്റ്റ് ഇച്ചിരി വലിപ്പമുണ്ട്, ഹൈപ്പർ റിയലിസ്റ്റിക്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പ്രോംപ്റ്റാണ്. 8K സിനിമാറ്റിക് മിഡ് ഷോട്ട് പോർട്രേറ്റ്, 50 mm ലെൻസ്, അതായത് ക്യാമറയുടെ ലെൻസിന്റെ വരെ കാര്യങ്ങൾ പറയുന്നു. അത് ഏത് ഡ്രസ് വേണം, അത് മാസ്റ്റർ മൈൻഡ് AIയുടെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു
സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതുമൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ടർമാർക്ക്, കളറ്, ഇങ്ങനെ ഒരുപാട് പാറ്റേണുകൾ പിന്നെ കൊടുത്തിട്ടാണ് ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എന്റെ ഫോട്ടോയും കൂടെ കൊടുത്തിട്ട് ചെയ്യുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ രണ്ട് ഇമേജ്, അതായത് ഈ ഒരു ഇമേജും ഈ ഒരു ഇമേജും ഞാനത് വീഡിയോ ആക്കി. അതാണ് ഇനി നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ആക്കുന്ന ടൂളിന്റെ പേരാണ് ഗ്രോക്ക്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഗ്രോക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ട്വിറ്റർ പിന്നീട് നമുക്ക് എക്സ് ആയിരുന്നു. അവരുടെ വീഡിയോ ക്രിയേഷൻ ടൂളാണ് ഗ്രോക്ക്. ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ആ ഇമേജ് വെച്ചിട്ട് ഞാൻ ഗ്രോക്ക് ഉപയോഗിച്ച് ചെയ്തതാണ്. ഗ്രോക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്രോക്ക് ഉപയോഗിച്ച് ചെയ്തതാണ്. ഈ വീഡിയോ അതേപോലെ അടുത്തൊരു പിക്ചർ ഞാൻ ചെയ്തിരുന്നു. നിങ്ങളെ കാണിക്കാം. കേൾക്കാൻ കഴിയുന്നുണ്ടോ? Wow, that's hilarious. This is great. I love this piece. രണ്ട് സിസ്റ്റം ഒരുപോലെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എക്കോ എന്നത്. ഓക്കെ, നമുക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എങ്ങനെയത്, അതിന്റെ പ്രോംപ്റ്റ് എങ്ങനെയാ കൊടുത്തത്? ഞാൻ കാണിക്കാം. അമലാണ്. വീഡിയോ ഞാൻ പുതുതായിട്ട് കാണിച്ചു തരാം, അതായിരിക്കും നല്ലത്. ഇവിടെ നമ്മൾ ഗ്രോക്ക് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടൈപ്പ് ടു ഇമാജിൻ. അവിടെ ഇമേജ് കിടക്കുന്നതാണ്. ഇമേജ് മാറ്റിയിട്ട് നമുക്കത് വീഡിയോ ആക്കാം. കാണുന്നുണ്ടോ? എന്നിട്ട് നമുക്കിവിടെ അറ്റാച്ചിൽ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. നേരത്തെ കൊടുത്ത അതേ ഫോട്ടോ തന്നെ അറ്റാച്ച് ചെയ്തു.
ഈ വെർഷനൊക്കെ ആകുമ്പോൾ ഒരല്പം സമയമെടുക്കും. സൗണ്ട് കേൾപ്പിക്കാൻ ഒക്കെ ഉണ്ടാവുക. നീ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പോകും. ഫ്രണ്ട് പേഴ്സൺ വിത്ത് ഫോൺ ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. ഒരു 6 സെക്കൻഡ് 10 സെക്കൻഡ് ഒക്കെ ആയി കൊടുക്കും. 10 സെക്കൻഡ് 6 സെക്കൻഡേ ഫ്രീയിൽ പറ്റുള്ളൂ. 220 അതും പറ്റില്ല. അതായത് പിക്സൽ മാറ്റി കൊടുക്കാം. ഫ്രീയിൽ പറ്റില്ല. പണം കൊടുത്തിട്ടുണ്ട്. നോക്കാം എങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്താ വേണ്ടെന്ന് നമുക്ക് കൊടുക്കാം. ഓടിയാനുള്ള താമസം. എന്റെ ഫോട്ടോ കൊടുത്തിട്ട് ആയതാണെന്ന് നോക്കണേ. ഫണ്ണെന്ന് കൊടുത്തിട്ടുണ്ടാണ്. അതായത് ഇവിടെ ഫണ്ണെന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ്. ശ്രദ്ധിക്കണേ. നോർമൽ. ഇതുപോലെ നമുക്ക് നമ്മുടെ ഭാവന അനുസരിച്ച് മാറ്റി കൊടുക്കാം. അതിന്റെ ഗ്രോക്ക് എന്നാണ് നമ്മുടെ എക്സ്, ഇലോൺ മസ്കിന്റെ എക്സിന്റെ വീഡിയോ. കുറച്ചെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വോയിസ് കണക്ട് ചെയ്യാം. ഇമേജ് ഉണ്ടാക്കാം. നമ്മളൊരു ഫിലിം വേണമെങ്കിൽ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പല ചെറിയ ചെറിയ വീഡിയോ ഉണ്ടാക്കിയിട്ട് അത് കണക്ട് ചെയ്താണ്. എത്ര ക്രെഡിറ്റ് കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടു. പറയുന്നുണ്ടായിരുന്നു. അത് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്ഡേറ്റ് ചെയ്യാം. എത്ര ക്രെഡിറ്റ് കിട്ടുമെന്ന്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മൾ ഇതുപോലെ തന്നെ മറ്റതും ചെയ്യാം. അതായത്
സാർ അതിന് കൊടുക്കുന്ന പ്രോംപ്റ്റ് ഇപ്പൊ എടുത്ത ഇമേജിനെ വീഡിയോ ആക്കാനുള്ള പ്രോംപ്റ്റ് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്താ കൊടുക്കാന്നുള്ളത്. അതാണ് നമ്മൾ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ വീഡിയോ കൺവേർഷന് വേണ്ടിയിട്ടുള്ളത്, അതെന്താ കൊടുത്തെന്നുള്ളത് ഞാൻ എനിക്ക് ഓട്ടോമാറ്റിക് ഇതുവരെ ചെയ്യാവുന്നതാണ്. മനസ്സിലായി. നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. അതെന്താ കൊടുക്കുന്നേന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ശരിക്കും എന്തൊക്കെയാന്നുള്ളത്. നേരത്തെ ഇത് കണ്ടു. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഓട്ടോമാറ്റിക് വീഡിയോ ആവുന്നു. ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ശരി ശരി. അപ്പൊ അത് ഇംഗ്ലീഷ് ടൈപ്പ് ലാംഗ്വേജിന്റെ ഒരു നല്ല പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത് കുറച്ചും കൂടിയും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതെ, അത് അതായത് അതിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വ്യത്യാസം വരുത്താം. കണ്ടോ, ഞാൻ കൊടുത്തപ്പം അങ്ങനെ തന്നെ വന്നേ. ആദ്യം കൊടുത്ത അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടുകൂടി വരുന്നു. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം. ഇത് എന്തെങ്കിലും ഒരു രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ്, ഇപ്പൊ റൈറ്റിലേക്കല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ലെഫ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡിയ അനുസരിച്ച് അത് ചെയ്യാം. കൂടുതൽ ഭാവന സമ്പന്നമായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അത് ചെയ്യും. ഈ വെർഷനിൽ അല്പം സമയം എടുക്കും. ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, പക്ഷേ ഇതിപ്പോ റൗണ്ട് ചെയ്യാൻ വീണ്ടും മാറ്റി കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രോംപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ഇത്. നമുക്ക് എങ്ങനെ പ്രോംപ്റ്റ് കൊടുക്കണമെന്ന് നമ്മളത് പഠിക്കണം. അതാണ് മെയിനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രധാന ഒരു തൊഴിലവസരം തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് ഞാൻ പറയും. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊടുക്കുന്നതനുസരിച്ച് നേരത്തെ നിങ്ങളെ കാണിച്ചല്ലോ, അതായത് ഇത്രയും നീണ്ട ഒരു പ്രോംപ്റ്റാണ്. ഇത്രയും നീണ്ട ഒരു പ്രോംപ്റ്റ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു പിക്ചർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു 1-2 ടൂളുകൾ നോക്കാം. അതിലൊന്ന് ഗാമ എ ആണ്. ഗാമ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ ഒരു ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സെയിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പ്രസന്റ് ചെയ്യാനായി, അല്ലെങ്കിൽ നമുക്കൊരു കസ്റ്റമർ, നമ്മൾ വിദേശത്തിരിക്കുന്ന ഒരു കസ്റ്റമർക്ക് നമ്മുടെ ബിസിനസിനെ കുറിച്ച് പ്രസന്റ് ചെയ്യണം. നമുക്ക് ഈ ഒരു 360 ക്രെഡിറ്റ് കിടപ്പുണ്ട്. ഫ്രീ അങ്ങനെ കുറച്ച് നമ്മൾ ചെയ്തതാണ്. ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ജനറേറ്റ് എന്ന് പറയുന്നത് ചെയ്യാം. ടെക്സ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെംപ്ലേറ്റിൽ നിന്ന് എടുക്കാം. URL അല്ലെങ്കിൽ നമുക്ക് ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിലും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് ജനറേറ്റ് പറയുക. ഇപ്പൊ ചോദിക്കും പ്രസന്റേഷൻ വേണോ, വെബ് പേജ് വേണോ, ഡോക്യുമെന്റ്സ് വേണോ, സോഷ്യൽ വേണോ. നമുക്കിപ്പോൾ പ്രസന്റേഷനാണ് വേണ്ടതെങ്കിൽ 10 കാർഡ് വരെ ഫ്രീ. ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺടസ്റ്റിൽ പങ്കെടുത്തവരൊക്കെ വളരെ നല്ല സബ്ജക്റ്റുകളാണ് തിരഞ്ഞെടുത്തത്. അവരുടെ ജോബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ഏതെങ്കിലും
ഇപ്പോ പേഴ്സണൽ ഫിനാൻസ് എന്ന് പറയുന്ന ഇവിടെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൊടുത്തിട്ട് ഞാനത് കൊടുക്കുകയാണ് നമുക്ക് മനസ്സിലാൻ വേണ്ടി. പേഴ്സണൽ ഫിനാൻസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജനറേറ്റ് ഔട്ട്ലൈൻ നമുക്ക് വിതിൻ സെക്കൻഡ് ഇപ്പോൾ നമ്മുടെ PPT ചെയ്യാനായിട്ട്, അതായത് നമ്മൾ പവർ പോയിന്റ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ ദിവസങ്ങളിലെ ആഴ്ചകൾ എടുക്കുന്നത് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയും. 10 പേജ് വരെ അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ പേ ചെയ്യും. ഡീറ്റെയിൽ വേണമെങ്കിൽ ഡീറ്റെയിൽസ് ആക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈറ്റിലുകളുണ്ട്. ഈ ഒരു കളർ പാറ്റേൺ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു കളർ പാറ്റേൺ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. മറൈൻ ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാം. അതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇമേജിന്റെ സ്റ്റൈൽ, ഇമേജ് നമുക്ക് ഇല്ലസ്ട്രേഷൻ വേണോ, ഫോട്ടോ വേണോ, ലൈൻ ആർട്ട് വേണോ, വീഡിയോ വേണോ, ഇവിടെ ഫോട്ടോ എക്സ്ട്രാ കീവേഡ് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇത്രയും സെലക്ഷൻ ചെയ്യാം. ജനറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ഒരു പ്രസന്റേഷൻ അത് ക്രിയേറ്റ് ചെയ്യും. ഏത് വിഷയമാവാം. ഇത് AI ആണ്, അതുകൊണ്ട് തന്നെ ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യണം. എന്നിട്ട് നമ്മളിപ്പോൾ പ്രസന്റ് ചെയ്യാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പ്രസന്റേഷൻ ചെയ്യണമെങ്കിൽ കൗണ്ടർ ചെക്ക് ചെയ്യാം. ഈ ഒരു മെഷീൻ അല്ലെങ്കിൽ പിന്നെ ഗാമ എന്ന് പറയുന്നതിനകത്ത് പിന്നെ മനുഷ്യർ തന്നെ സ്റ്റോർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളത് ട്രെയിൻ ചെയ്യിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ചെയ്യാം. നമുക്ക് വേണ്ട കണ്ടന്റ് എന്താണെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. കണ്ടോ, 10 പേജ് ഞാൻ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പ്രസന്റേഷൻ ഓരോ പേജായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കാം. ഡോളറിലേക്ക് കാണിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം. നമുക്കിത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാം. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളൊരു ഇതിനെ കുറിച്ച്, അതായത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ചെയ്യാം. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, പേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ലാൻഡിംഗ് പേജ് ആണെങ്കിൽ അത് 1 പേജ് വെബ്സൈറ്റ്, ഫോട്ടോഗ്രാഫി പോർട്ട്ഫോളിയോ, നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം ഞാനൊരു AI ട്രെയിനറാണ്. അപ്പോൾ AI ട്രെയിനർ ട്രെയിനറോട് മാത്രമേ കൊടുക്കുള്ളൂ, അതൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ അത് കസ്റ്റമൈസ് ചെയ്യാം.
ഔട്ട്ലൈൻ വന്നു. ഇതാണ് ടൈറ്റിൽ കൊടുക്കുന്നത്, കളർ പാറ്റേൺ. നേരത്തെ ഫോട്ടോ ആണ് കൊടുത്തിരുന്നത്, ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ നോക്കാം എങ്ങനെ വരുന്നതാണ്. ഓപ്ഷണൽ ആയിട്ടുള്ളൊരു എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ കളർഫുൾ, വൈബ്രന്റ് നമുക്ക് കൊടുക്കാം ഉള്ള. പിന്നെ സിനിമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. ഒരു പവർ പോയിന്റ് ചെയ്യണമെങ്കിൽ കുറഞ്ഞ ഒരാഴ്ച എടുക്കും. ഞാൻ പഠിപ്പിക്കുന്ന ടൂള് നിങ്ങളുടെ ജോലി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കണക്ട് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. നിങ്ങൾക്ക് അത് വളരെ എളുപ്പമാവും. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ചെയ്തു പോകാം. ഞാൻ വിചാരിക്കുന്നത് ഞായറാഴ്ചകളിലാണ് കുറച്ചുകൂടി എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അടുത്ത ആഴ്ച മുതൽ നമുക്ക് സൺഡേസിൽ മാത്രം ആക്കാം. ഇപ്പൊ അൺലിമിറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം. സൈറ്റ് വന്നു. ഇത് വെബ്സൈറ്റ് ആണ്, ഇത് പ്രസന്റേഷൻ അല്ല, ഇത് വെബ്സൈറ്റ് ആണ്. ഇപ്പൊ പബ്ലിഷ് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ആവും. അത് പബ്ലിഷ് പറയണേ എന്ത് വരും എന്നൊക്കെ. പബ്ലിഷായി. വെബ്സൈറ്റ് ആയി, സെക്കൻഡുകൾക്കുള്ളിൽ വെബ്സൈറ്റ് ആയി. ഇന്നത്തെ കണ്ടന്റുകളൊക്കെ നമ്മൾ മാറ്റി കൊടുത്ത് നമ്മുടെ ഫോട്ടോയും നമ്മുടെ കണ്ടന്റും കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വരും. എന്റെ വെബ്സൈറ്റിന്റെ പേര് AI-trainer89kama.site എന്നുള്ളതാണ് വരും. mastermind.ai.com എന്നൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളത് ഗോഡാഡി പോലുള്ളവർക്ക് പോയത് വാങ്ങി നമുക്ക് ചേഞ്ച് ചെയ്യാം. മനസ്സിലായെന്ന് വിചാരിക്കും. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ നോക്കിയ ഒരു സംഭവം ജെമിനിയുടെ തന്നെ നോട്ട്ബുക്ക് എല്ലാമാണ്. നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്നത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഒരു സൈറ്റാണ്. വളരെ പ്രയോജനപ്രദമായ ഒരു സൈറ്റാണ്. നമുക്ക് ഇതിൽ
നമുക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം, വെബ്സൈറ്റ് ചെയ്യാം, ഡ്രൈവ് കൊടുക്കാം, ടെക്സ്റ്റ് കൊടുക്കാം, ഇതെല്ലാം കൊടുത്തിട്ട് നമുക്കത് സമ്മറൈസ് ചെയ്യാം. കണ്ടോ, ഓഡിയോ റിവ്യൂ, വീഡിയോ റിവ്യൂ, മൈൻഡ് മാപ്പ്, റിപ്പോർട്ട്സ്, ക്വിസ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റുഡൻസിനായാലും ടീച്ചേഴ്സിനായാലും ഒരു കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ച് ക്വിസ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫോഗ്രാഫിക് സ്ലൈഡ് ആക്കാം. അങ്ങനെ ഒരുപാട് കുട്ടികൾക്കും ഒക്കെ വളരെ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയാം. നമുക്കിപ്പോൾ യൂട്യൂബിൽ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് മലയാളമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതിവിടെ മലയാളം പറഞ്ഞാൽ മലയാളം വരും, ഹിന്ദി ഉണ്ട്, മലയാളം ഉണ്ട്, മറാഠി ഉണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്. ഇത് ജെമിനിയുടെ, അതായത് ഗൂഗിളിന്റെ തന്നെയാണ്. അതുകൊണ്ട് ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഭാഷയും ഏകദേശം ഇതിനകത്ത് ഓഡിയോ റിവ്യൂ, ഓവർ റിവ്യൂ ചെയ്യാൻ കഴിയും. കുഴപ്പമില്ല, നമുക്ക് പുതിയൊന്നും ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോണേ. ഏതാണ് നേരത്തെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത വെബ്സൈറ്റ്. അതായത് ഗാമയിൽ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അത് ഞാൻ ആഡ് ചെയ്തു. ഇതിന്റെ ഓഡിയോ ഓവർവ്യൂ അത് നോക്കാം. പറയുന്ന സംശയമൊക്കെ ചോദിക്കണം കേട്ടോ, ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. ഞാൻ വീഡിയോ ഓവർവ്യൂ ചെയ്യണം, കാരണം ഓഡിയോ ഓവർവ്യൂ ആയിട്ടില്ല. റിക്വസ്റ്റും ചെയ്യാം. അത് മൂന്നും ചെയ്ത് നോക്കാൻ നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ്. വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്കൊരു ടൂളൂടെ നോക്കാം. ഇത് ശരിക്കും നമുക്ക് പ്രീ വേർഷനിൽ ചിലപ്പം പാടാണ്. ഇൻ വീഡിയോ AI എന്നാണ്, വീഡിയോ ക്രിയേഷൻ ടൂളാണ്. പക്ഷെ നമുക്ക് കുറേയൊക്കെ കിട്ടും. ഞാൻ ഇത് വെച്ച് കഴിഞ്ഞിടയ്ക്ക് യൂട്യൂബ് ചാനൽ ഇടയ്ക്കൊന്ന് സ്റ്റക്കായപ്പോൾ ഞാൻ ഇത് വെച്ചാൽ ചെയ്യും. ഇൻ വീഡിയോ AI എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ കൊടുക്കുന്ന പിന്നെ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യും. ഇത് പെയ്ഡ് വെർഷനിലാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പിക്ചറുകളൊക്കെ വരും. ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ എന്താ കൊടുക്കാൻ പറ്റും.
AI training in India. എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇൻവീഡിയോ AI എന്നാണ് ടൂളിന്റെ പേര്. ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഇത് വെച്ച് ചെയ്തിട്ടുണ്ട്. എന്റെ ക്യൂസ് റെഡി ആയിട്ടുണ്ട്. അതായത് നോട്ട്ബുക്ക് എല്ലാം ക്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ കൊടുത്ത വെബ്സൈറ്റിന്റെ ഇത് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻ വരും. ടു മാർക്കറ്റ് ആൻഡ് സെൽ കംപ്ലീറ്റ് AI സിസ്റ്റം ടു വേരിയസ് ഇൻഡസ്ട്രീസ്. എന്താണ് വാട്ട് ഈസ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് AI ട്രെയിനർ? ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വന്നു. ഇത് ടെക്സ്റ്റ് വൈ ഈസ് ബിൽഡിംഗ് പബ്ലിക് ട്രസ്റ്റ്. അതായത് ആ വെബ്സൈറ്റിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് ടീച്ചേഴ്സിന് ഉപകാരപ്പെടും. അവർ കൊടുത്ത കണ്ടന്റ് വെച്ചിട്ട് ക്വിസ് ഉണ്ടാക്കാൻ പറഞ്ഞ് വളരെ നിസ്സാരമായിട്ട് ചെയ്യും. അതുപോലെ സ്റ്റുഡൻസിനാണെങ്കിലും ഇത് ഉപകരിക്കുന്ന ഒന്നാണ്. വീഡിയോയും ഓഡിയോയും ക്രിയേറ്റ് ചെയ്യാൻ അല്പം സമയം. ഇവിടെ നമുക്കിത് യൂട്യൂബിൽ വേണോ, ഇൻസ്റ്റാഗ്രാം റീൽ വേണോ, ലിങ്ക്ഡനിൽ വേണോ ചോദിക്കാം. ഇൻ വീഡിയോയുടെ കാര്യമാണ്. 30 സെക്കൻഡ് യൂട്യൂബിലാണ് വേണ്ടത്. ബേസിക് ഇത് അപ്ഗ്രേഡ് ചെയ്താലേ നമുക്ക് പ്രൊവേർഷൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നിട്ട് പറഞ്ഞാൽ മതി വീഡിയോ ആവും. 2 സമയം എടുക്കും. നമ്മള് ChatGPT പോലെ ജെമിനി പോലെ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് പെർപ്ലക്സ്. എയർടെല്ലുകാർക്ക് ഫ്രീ ഉണ്ടായിരുന്നു. എയർടെൽ ഉപഭോക്താക്കൾക്ക് 1 ഇയർ ഫ്രീ ഉണ്ട്. ഉണ്ടെന്നറിയില്ല. ആൻസർ എഞ്ചിനാണ്. അതായത് നമ്മൾ കൂടുതലും ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടും. അപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെന്നില്ല, വോയിസ് ഓവർ ചെയ്യാം, അറ്റാച്ച് ചെയ്യാം, മോഡൽ ചൂസ് ചെയ്യാം. ഇതിനകത്ത് വരുന്നതാണ് നമുക്ക് ChatGPT-യോ GPT 5.2 ജെമിനിയോ ക്ലോഡോ ഗ്രോക്കോ നമുക്ക് ഇതിനകത്ത് ചെയ്യും. ഗ്രോക്ക് പക്ഷെ ഫ്രീ ഇല്ല. ഏതെങ്കിലും മോഡൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പേ ചെയ്യും. ഇത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ നിർമ്മിതമാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഹെൽത്ത്, വാട്ട് ഈസ് ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് മൈ മെമ്മറി? എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഓർമ്മശക്തി കൂട്ടാനായിട്ട് ഉള്ള കണ്ടന്റ് ഫയൽ അറ്റാച്ച് ചെയ്യാം.
ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ പറയാണ് ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. ചേഞ്ചിന്റെ സ്പെല്ലിംഗ് എത്തണം, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറയുമ്പോൾ ഇമേജ് തന്നത്. അത് എങ്ങനെ ചെയ്യാന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രീ ടൂൾ ടു ചേഞ്ച് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട്, അതിനുള്ള സജഷൻസ് ആണ് നമ്മൾ തരുന്നത്. വേർഷൻ വരുമ്പോൾ നമുക്ക് കിട്ടും ഇമേജിന്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. പെർപ്ലക്സിറ്റി എന്നതിന്റെ പേര് നോക്കുക. ആയിട്ടില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. നമ്മൾ ഇനി ഒരുപാട് ടൂളുകൾ പോയാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആണ്. ChatGPT, ജെമിനി, ഗാമ, നോട്ട്ബുക്ക് എല്ലാം വീഡിയോ ഒക്കെ നമ്മൾ നോക്കും. എന്തെങ്കിലും സംശയം ചോദിക്കാം. ഹലോ വിനോദ് ഭായ്, ജനറേറ്റ് ആണ്. കേക്കണ്ട? ഹലോ, കേക്കണ്ട? ഞാൻ വിനീഷാ. പറയൂ. മറ്റേ നമ്മുടെ വെബ്സൈറ്റ് ചെയ്തു പറഞ്ഞില്ലേ, വെബ്സൈറ്റ് അത് ഗാമയിലാണോ? ഗാമയില് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേറെ ഒരുപാട് ടൂളുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഗാമയിലാണ് ചെയ്യുന്നത്. അത് നമ്മൾ മറ്റേ ഈ വേഡ് പ്രസ്സിലെ വെബ്സൈറ്റ് അതുപോലെ തന്നെയാണോ? വേഡ് പ്രസ് പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് വരുന്ന ഇത് സംഭവം എന്ന് പറയുന്നത്, ഗാമയിൽ ചെയ്യുമ്പോൾ നമുക്കത് കസ്റ്റമൈസ് ചെയ്യില്ല. അവിടെ ഉണ്ടോ വെബ്സൈറ്റിന്റെ അഡ്രസ് വരുന്നത് trainer89fs@gama.site എന്നാണ്. നമ്മുടെ കസ്റ്റമൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വേഡ് പ്രസ് പോലുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ ഡൊമൈൻ നെയിം vineesh.com എന്ന് പറയണമെങ്കിൽ നമ്മളിത് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റേ ഗോഡാഡിന്ന് മറ്റേ അഡ്രസ് വാങ്ങിയിട്ട് അതിലേക്ക് ചെയ്യണം. നമ്മുടെ ഡൊമൈൻ വാങ്ങിയിട്ട് നമുക്കത് മാറ്റി കൊടുക്കാവുന്ന മെർജ് ചെയ്യണം എന്നല്ലേ? അതെ. നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മള് എന്താ പറയുക, ഹോസ്റ്റിങ്ങറോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടല്ലോ വെബ്സൈറ്റ് ഗോഡാഡി പോലുള്ള വാങ്ങിയിട്ട് നമ്മളത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, മറ്റേ ഫേസ് കാണിക്കാതെ? ഏതാ യൂട്യൂബ്? യൂട്യൂബ് വീഡിയോ കുറച്ച് വിനോദ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ കാണിച്ചു തരാം. അതിന്റെ ലിങ്ക് എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി. അതിന്റെ ലിങ്ക് വാട്സാപ്പിൽ അയച്ചു തരാൻ പറ്റുമോ? യൂട്യൂബിന്റെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അയച്ചു തരാം. ഇപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്ത് കണ്ടോ? എന്താ ഇവിടുത്തെ ഇതേതിലാ ഇത്? എക്കോ വരായിരിക്കണം. ഇത് ലാപ്പിൽ നിന്ന് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. എന്താണ് വിനീഷ് ചോദിച്ചെങ്കിൽ പറഞ്ഞോളൂ. യൂട്യൂബില് ഫേസ് കാണിക്കാത്ത വീഡിയോ ചെയ്യുന്ന പറഞ്ഞില്ലേ? ഇതുപോലെ തന്നെ ഞാൻ ചെയ്തു. ഓക്കെ. ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് കാണിച്ചു. അത് ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു തരാം. ഓക്കെ. മറ്റുള്ളവർക്ക് കൂടെ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത്
ഇത് ചെയ്ത് ഞാൻ പിന്നെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉം. ചിലതിൽ നല്ല വ്യൂസ് കയറിയിട്ടുണ്ട്. ചില 456 വ്യൂ കയറിയിട്ടുണ്ട്. അത് ഇന്റർനാഷണൽ കാര്യങ്ങളാണ്. 104 വ്യൂ, 91 വ്യൂ. അതായത് ഓരോ ഡേ വരുമല്ലോ, അതായത് ഫോട്ടോഗ്രാഫി ഡേ, ടോക്കൺ ഡേ, അങ്ങനെ വരുമ്പോൾ ഞാൻ ഓക്കെ. അതിനെ കുറിച്ചുണ്ട്. പി വി രാമന്റെ ആ ആ ഓക്കെ ഓക്കെ. ആ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് ഇമേജും മറ്റുള്ളതൊന്നും നമ്മുടെ ഇന്ത്യയുടെ കിട്ടില്ല, അല്ലെങ്കിൽ കേരളത്തിലെ വരില്ല. അതിന് പെയ്ഡ് വേർഷൻ കൊടുക്കും. ഓക്കെ ഓക്കെ മനസ്സിലായി. ആ പെയ്ഡ് കൊടുക്കുമ്പോൾ എത്ര രൂപയാവും? ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യണത് ഒരുവിധം വീഡിയോ പിന്നെ VO3 പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ഏതാണ് VO3 VO3 അതും പെയ്ഡാണ്. പെയ്ഡ് ആണല്ലേ? ഒരു പെയ്ഡാണ്. ഫ്രീ കിട്ടുന്നില്ല. പക്ഷെ എനിക്ക് അയച്ചു തന്നതും അത് പെയ്ഡ് വേർഷൻസ് ആണ് കേട്ടോ. ആ ഓക്കെ. അത് പെയ്ഡ് ആണെങ്കിൽ നമുക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അറിയാം. അത് നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റൂലോ? അത് നമ്മൾ ക്യാഷ് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ ഓക്കെ. അത് ഏത് ടൂൾസ് അപ്പോ? VO3 ആണോ? അതിലൊരു VO3 ആയിരിക്കില്ല ഉപയോഗിച്ചത്. അത് വേറെ പല ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ക്ലിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഇതുണ്ട്. അതൊക്കെ അത് പെയ്ഡ് വേർഷനാണ്. അത് പിന്നെ ശരിക്ക് പറഞ്ഞാൽ മറ്റേ AI വീഡിയോ സിനിമാറ്റിക് ആ സംഭവം അല്ലേ? സിനിമാറ്റിക് വീഡിയോ ചെയ്യണ AI ടൂൾസ് അത് ആണോ? സോറ നന്നായിട്ട് ചെയ്യും. സോറ, അതായത് സോള. ഓപ്പൺ ആയത് തന്നെ, ChatGPT കാരുടെ തന്നെ സോറ നന്നായി നല്ല രീതിയിൽ ചെയ്യുന്നു. അങ്ങനത്തെ ഞാൻ അയച്ചപ്പോൾ ഞാൻ വേറൊരു സംഭവം അയച്ചുതരാം. അതേപോലെ ചെയ്യാൻ നമുക്ക് കേട്ടോ, എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കണം കേട്ടോ. നോക്കാം. നമുക്ക് നോക്കാം. നമുക്ക് എന്താ ഞാൻ കണ്ടു, സംഭവം കണ്ടു. ഇവിടുത്തെ സീരിയസ്ലി ഞാനത് അത് നെറ്റ്ഫ്ലിക്സുകാർ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അവര് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. വേണ്ട, വേറെ ഒരു എക്സാമ്പിൾ കിട്ടിയിട്ടുണ്ട്. വേറൊരു പയ്യൻ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ആള് ചെയ്യണം. ഞാൻ വേറെ അയച്ചുതരാം. നോക്കാം. ഇത് കണ്ടോ, ഇൻ വീഡിയോ, അതായത് പ്ലസ് കിട്ടണമെങ്കിൽ $28 പെർ മന്ത്. ഓക്കെ ഓക്കെ. ആ 10 ക്രെഡിറ്റ് കിട്ടും. 50 വീഡിയോ മിനിറ്റ് ആണ്. ഇമേജ് ജനറേഷൻ നാനോ ബനാനൊക്കെ 365 ലിമിറ്റഡ് കിട്ടും. $50 40 ക്രെഡിറ്റ്. പിന്നെ $100, $899. ഫ്രീ ആകുമ്പോൾ 2 വീഡിയോ മിനിമം. അതേ ഉള്ളൂ. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ നോട്ട്ബുക്ക് എല്ലാം നമ്മൾ ഓഡിയോ നോക്കിയിരുന്നു, വീഡിയോ നോക്കിയിരുന്നു. കേട്ട് നോക്കാം. ആര്? മോദി നമുക്കൊന്നും തരാല്ല. എന്നാലും തിരുവനന്തപുരത്ത് വന്ന് പാസ്സാക്കിയില്ലേ? ഒന്നുമില്ല. മറ്റാളാണെങ്കിൽ വോയിസ് ബ്രേക്ക് ആവുന്നു. ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഇപ്പൊ ചാറ്റിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. ഞാൻ മറുപടി തരാം. ഇപ്പൊ ഇത് കണ്ടോ, നമ്മള് നോട്ട് ബുക്ക് എല്ലാം എന്ന് പറയുന്നത് ജെമിനിയുടെ തന്നെ, അല്ലെങ്കിൽ ഗൂഗിളിന്റെ തന്നെ ഇതില് നമ്മൾ ഓവർവ്യൂ കൊടുക്കും. അതായത് ഓഡിയോ ഓവർവ്യൂ, ഇത് കേട്ടോണേ, ഒരു വീഡിയോ ഓവർവ്യൂ.
ഇത് വീഡിയോ ഓഫ് ചെയ്യണം, അതേപോലെ തന്നെ ഓഡിയോയുടെ ഉണ്ട്. മനസ്സിലാക്കി വിചാരിക്കുന്നു. അതായത് നമുക്ക് കൊടുക്കുന്ന കണ്ടന്റ് വെച്ചിട്ട് നമുക്ക് ഓഡിയോ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ വീഡിയോയും ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യാം. നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ നമുക്ക് കണ്ടന്റുകൾ അതെന്നുണ്ടെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് രീതിയിൽ നമുക്കത് ചെയ്യാൻ കഴിയും. നോട്ട് ബുക്ക് എല്ലാം കേട്ടോ, സ്റ്റുഡൻസിനും അതേപോലെ ടീച്ചേഴ്സിനും ഒക്കെ ഒരുപാട് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും യൂട്യൂബേഴ്സിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും മനസ്സിലായി വിചാരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺടസ്റ്റ് ഞാൻ അടുത്ത ദിവസം ഇടാം. ഇത് വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഇട്ട് തരാം, ലിങ്ക് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ. താങ്ക് യു. സ്റ്റോപ്പ് ചെയ്യാണ് ഷെയറിങ്. താങ്ക് യു.